ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയുടെ പ്രധാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. പരിശുദ്ധ ലൂർദ് മാതാവിലൂടെ, വിശുദ്ധ സെബസ്ത്യാനോസിലൂടെ, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം തന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഇന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആചരിക്കുന്ന ദിവസമാണല്ലോ. നമ്മുടെ മാതൃരാജ്യത്തെ പ്രത്യേകമായ പരിശുദ്ധമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ആഗോള സഭ മഹാജൂബിലി വർഷത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. നമ്മുടെ കർത്താവ് മണ്ണിൽ ഭൂജാതനായിട്ട് 2025 വർഷങ്ങൾ പിന്നിടുന്നതിൻ്റെ പുണ്യസ്മരണ, അതോടൊപ്പം പുതിയൊരു ഇടവക ദേവാലയം എന്ന വലിയ സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട് വികാരി അച്ഛനോടും കൈക്കാരന്മാരോടും ചേർന്ന് ഒറ്റക്കെട്ടായി ദേവാലയ സ്വപ്നം കണ്ട് നമ്മൾ നീങ്ങുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലോ. വിശുദ്ധ സെബസ്ത്യാനോസ് പട്ടിണിയുടെയും രോഗങ്ങളുടെയും നടുവിൽ നമുക്ക് മധ്യസ്ഥം വഹിച്ചിട്ടുണ്ട്. അവയെല്ലാം നന്ദിയോടെ ഓർക്കാം. നമ്മുടെ ഇടവകയുടെ വളർച്ചയ്ക്ക് പിന്നിൽ അധ്വാനിച്ച പൂർവികരെ സ്മരിക്കാം. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ നാനാജാതി മതസ്ഥർ നമ്മുടെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ ഓർക്കാം. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരുടെ നിയോഗങ്ങൾ ഈ വിശുദ്ധ ബലിയിൽ പരിശുദ്ധ അമ്മയിലൂടെ, വിശുദ്ധ സെബസ്ത്യാനോസിലൂടെ സമർപ്പിച്ച് ഈ വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം
ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ.
സകലം പാവത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽക്കൻ അതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താഥാ നിൻ സ്തുതി തന്നെ സ്ഥൂലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെന്ന് ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രിരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കരിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോരൻ കർത്താവേ ആരീഭൂവിൽ. ന്യായം മാത്രം നോക്കുന്നവരും സസ്യം തന്നെ പറയുന്നവരും വഞ്ചനാവിൽ തീണ്ടാത്തവരും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലിയിനം വാങ്ങാത്തവനും വാഴുന്നതിനോ പാവനമാം നിൻ മാമ
മലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആദിഭൂവിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ സംപൂജ്യമായ ത്രോണോസിന്റെയും സ്തുത്യർഹമായ സിംഹാസനത്തിന്റെയും സ്നേഹ ചൈതന്യ തുളുമ്പുന്ന ഭയഭക്തിജനകമായ ന്യാസനത്തിന്റെയും മുമ്പാകെ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് സ്നേഹപൂർവം സ്ഥാപിച്ചതും പൗത്രീകരിക്കുന്നതുമായ മധ്യഭയുടെ മുമ്പിൽ ദിവ്യമഹത്വം കുടികൊള്ളുന്ന തിരുസന്നിധാനത്തിങ്കൽ ക്രോബേന്മാരുടെ ആയിരങ്ങൾ ഹല്ലേലൂയ പാടുന്നു. ശ്രാപ്പേന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും 10,000 പരിശുദ്ധൻ എന്ന് പ്രകീർത്തിക്കുന്നു. അവരോട് ചേർന്ന് അങ്ങയുടെ മേച്ചസ്ഥലത്തെ അജഗണമായ ഞങ്ങൾ അങ്ങേക്ക് നിരന്തരം സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയമുള്ളവരെ, സീറോ മലബാർ കുർബാനയിലെ രാസകുർബാനയിലെ പ്രത്യേകമായൊരു കർമ്മമാണല്ലോ കുരിശിനെ വന്ദിക്കുക എന്നുള്ളത്. കുരിശാണ് രക്ഷ, കുരിശിലൂടെയാണ് രക്ഷ. ഈശോ നമുക്ക് രക്ഷ സാധിച്ചത് കുരിശിലെ ആത്മസമർപ്പണത്തിലൂടെയാണ്. ആ രക്ഷയെ നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്ലീവ ചുംബനം നടത്തുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ രംഗമാണിത്. കുരിശിനെ ആരാധിച്ച്, രക്ഷകനെ ആരാധിച്ച് ഈ കർമ്മത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥനിലെന്നും നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും. ശ്രീവാ നമ്മൾക്കെന്നും നന്മകൾ തൻ ഉറവിടമാ. രക്ഷിതമായതു വഴിയായി മർത്യഗണം കർത്താവേ, കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയെഴും കോട്ടയുമാ. ദുഷ്ടാത്മാവിനെ ഞങ്ങൾ അതുവഴിയായി തോൽപ്പിച്ചിടട്ടെ. ശരണം ഞങ്ങൾ തേടിയിടുന്നു തിരുനാമത്തിൽ. ശ്രീവാനങ്ങൾക്കെന്നും നന്മകൾ തൻ ഉറവിടമാ. രക്ഷിതമായതു വഴിയായി മർത്യഗണം കർത്താവേ, കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയെഴും കോട്ടയുമാ. ദുഷ്ടാത്മാവിനെ ഞങ്ങൾ അതുവഴിയായി തോൽപ്പിച്ചിടട്ടെ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും. രക്ഷകനാം മിശിഹായി കനിവോടു നീ തിരുസഭയെ പാവനമാക്കണമേ. നീ മഹിമയ്ക്കായി അർപ്പിതമാ. ദേവാലയമിതിലങ്ങേ കാരുണ്യം ചൊരിയണമേ. സുസ്ഥിരമാകണമിതിൽ ബലിപീഠം തിരുമേയും.
ദാസനോടരുൾ ചെയ്ത കർത്താവേ, ജീവിത വീഥികളിൽ തിരുവിഷ്ടം നിറവേറ്റാൻ ആവശ്യകമാ കഴിവും തുണയും ഇവർ യാചിക്കുന്നു. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. ശ്രീവാനങ്ങൾക്കെന്നും നന്മകൾ തൻ ഉറവിടമായി രക്ഷിതമായതു വഴിയായി മർത്യഗണം കർത്താവേ, കുരിശിതുയർന്നൾക്കെന്നും ശക്തിയേഴും കോട്ടയുമായി ദുഷ്ടാത്മാവിനെ ഞങ്ങൾ അതുവഴിയായി തോൽപ്പിച്ചിടട്ടെ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ലാഘുമാരാത് കൊല്ല മൗദേ ईशो मिशिहा सब ही आदत नहुमानाद पागरातो पारो खाता वाद नवशासन आशिगे सगयाई से दे बेस करके सल बात पहा गुमारिया ला गुमारा कोला मौदे आउला कीशो मिशिहा सब ही आदतो नहुमाद पागराय वातो पारो खाता वाद नवशासन शुआलावा उलगरावल रोहाद कुदशावी आलम वादम वाल आलम आमीन आमीन लावा तुम्हारा कोल्ला मौदेर आउलादीशो मिशिहा शबहीर आदतो नगमानाद पागराय वातो पारो कथा वाद नवशासन. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആരീം കാൽഗോൻ ഉശാംബാദ് കൊൽ ലേ അമ്മ ലലഹ കന്ദീശ ആലാഹ കന്ദീശ ഐൽസാന കന്ദീശാലാമായൂസ യസ്റാഹം ആലേ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 11-ാം അധ്യായം 23 മുതലുള്ള വചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. മോശ പുറത്തു ചെന്ന് കർത്താവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെയും മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എൽദാദ്, മെദാദ് എന്നീ 2 പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്ക് ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിൻ്റെ സമീപത്തേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു. എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷുവ പറഞ്ഞു, പ്രഭോ, അവരെ വിലക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു.
മോശയും ഇസ്രായേലിലെ നേതാക്കന്മാരും പാളയത്തിലേക്ക് മടങ്ങി. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യസാർത്ഥത്തിൽ കൂടാരത്തിന് ചുറ്റും 2 മുഴം ഘനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു. ജനം അത് പലതും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു. ഏറ്റവും കുറച്ച് ശേഖരിച്ചവന് പോലും 10 ഹോമർ കിട്ടി. അവർ അത് പാളയത്തിൽ ചുറ്റും ഉണക്കാനിട്ടു. എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കെ തന്നെ കർത്താവിൻ്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി. ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു. അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ടു. കിബ്രോത്ത് ഹത്താവായിൽ നിന്ന് ജനം ഹസേറോത്തിലേക്ക് ചെന്ന് താമസം ആരംഭിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. എൻ്റെ സഹോദരരെ, ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 46-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ആരോട് നീ എന്നെ സദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ആരോട് നീ എന്നെ തുലനം ചെയ്യും? എനിക്ക് സമനായി ആരുണ്ട്? മടിശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കുവാൻ സ്വർണ്ണപ്പണിക്കാരന് അവർ കൂലി കൊടുക്കുന്നു. അതിൻ്റെ മുമ്പിൽ വീണ് അതിനെ ആരാധിക്കുകയും ചെയ്യുന്നു. അവർ അതിനെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു. അവിടെ നിന്ന് അതിന് ചലിക്കാനാകുന്നില്ല. ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമരുളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അതിക്രമികളെ ഓർക്കുവിൻ, നിങ്ങളിത് അനുസ്മരിക്കുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യുവിൻ. പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല. എൻ്റെ ഉപദേശങ്ങൾ എന്നും നിലനിൽക്കും. എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവയെല്ലാം ഞാൻ വെളിപ്പെടുത്തി. കിഴക്ക് നിന്ന് ഒരു ഹിംസ്രപക്ഷിയെ ഞാൻ വിളിക്കും. എൻ്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്ത് നിന്ന് ഞാൻ വരുത്തും. ഞാൻ പറഞ്ഞു, അത് ഞാൻ ചെയ്യും. തീരുമാനിച്ചു, അത് നടപ്പിലാക്കും. വിമോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു, അത് വിദൂരത്തല്ല. ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല. ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ കന്യാമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാരവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ കന്യാമാതാവിൻ
നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും പ്രിയമുള്ളവരെ, റാസക്രമത്തിലെ 3 വ്യാഖ്യാന ഗീതങ്ങൾ ഇവിടെ ആലപിക്കപ്പെടുകയാണ്. ഒന്നാമത്തെ വ്യാഖ്യാന ഗീതം പൗലോസ്ലീഹ വിവിധ സ്ഥലങ്ങളിലെ സഭകൾക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ളതും ലേഖനം എന്തിനുള്ളതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ വ്യാഖ്യാന ഗീതം പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എഴുതപ്പെട്ട തിരുവചനത്തെക്കുറിച്ചുള്ളതാണ്. വിശുദ്ധ സുവിശേഷം രചിക്കപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തിനു വേണ്ടി. മൂന്നാമത്തെ വ്യാഖ്യാന ഗീതം വിശ്വാസികളെ കേൾപ്പിൻ, ഇത് ഈശോ നൽകിയ വചനത്തിൻ്റെ പൊരുളെന്ത്, വചനം നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ എന്ത് മാറ്റം സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള 3 വ്യാഖ്യാനങ്ങളുടെ വ്യാഖ്യാന ഗീതമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുക. സകലേശ്വരനാം ദൈവം ഭൂവിനുടയോ രാജമഹേശൻ തൻ്റെ സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോരെ വരുവിൻ നിങ്ങൾ. പരിശോധിപ്പിൻ വേഗം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കിയിടിൻ ഭൗതിക ചിന്ത സരണികളെല്ലാം. നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മുന്നിൽ പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. ദൈവിക രാജ്യം നേടാൻ ഹൃദയതലങ്ങൾ ശുചിയാക്കിടുവിൻ ചേലിൽ ശിശുവിനു തുല്യം നിർമ്മലരായി തീരുക വീണ്ടും. ദൈവാത്മാവിൻ ഗീതം ചൊരിയുകയല്ലോ ദൈവിക രാജ്യം കാതിൽ ശാശ്വത ഭാഗ്യം നിറയും വഴികൾ തെളിവാക്കുന്നു.
നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇസ്രായേലിൻ തീഷ്ണൻ ശാമോലിനെയ നാഥൻ പരിചിൽ നേടി തിരുസഭ തന്നിൽ തീഷ്ണതയേറും മാതൃക നൽകാം. ശാവോലെന്നാൽ യൂദൻ നിയമം ചാർത്തും തിരശീലകളാലന്ധൻ മിശിഹായവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. ഹെബ്രായർക്കായി ശ്ലീഹ എഴുതിയ കത്താൽ നമ്മയുമിപ്പോൾ മോദാൻ ദൈവിക ദൗത്യം അറിയിപ്പതു നാം കേൾക്കുകയുക്തം. എൻ്റെ സഹോദരി, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നിന്ന് അധ്യായം 7 വാക്യങ്ങൾ 23 മുതൽ. മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു. എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല. യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക ഉചിതമായിരുന്നു. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നിയമത്തിന് ശേഷം വന്ന ശപഥത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായി, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താ യൂദയ സഭയിൽ മത്തായി, മർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കായി ഈജിപ്തിലെ സഭയിൽ, യോഹന്നാൻ എഫേസോസിൽ, നാഥ ജനതതി ഈ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു.
മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. ദൈവമേയുടെ തിരുവിഷ്ടം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധൻ പരിവേശിതാ. യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനിൽ ഫേസൂസിൽ നാഥാചരതീഗ്രന്ഥം ജ്ഞാനിവിഭൂതിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താ. യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനിൽ ഫേസൂസിൽ നാഥാചരതീഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവുമുയരും പകരും മൊഴികൾ മോദാ. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേൾവി, ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവവചനം കേൾക്കിലൊളിക്കും സാത്താൻ. ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. സ്വർഗ്ഗം പോകാൻ പോരും വാതിലിതല്ലോ വഴിയുമിതല്ലോ നിത്യം. ഈ വഴി പോയാൽ അപകടമെന്നേ രാജ്യം നേടാം. പ്രഭവിത ശബ്ദം കേൾക്കിൽ ജീവൻ നേടും സ്വർഗം പോകും ചേരിൽ. ഇതു നിരസിക്കിൽ ജീവിപ്പവരും മൃതരായി തീരും.
വിധിയാളനെ വചന സുതരാൻ വെളിവാക്കുന്നുണ്ടോ? ജനതതിയെല്ലാം ചേലിൽ രക്ഷിതരായി നാഥൻ വഴിയായി ഭൂവിൽ പാപം നിയതം മോചിപ്പവനി നാഥൻ മാത്രം. വിധുവിതയ്ക്കും നാഥൻ തിരുവചനത്തിൽ വിധുവിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയനിരകൾ നൽകുക നിങ്ങൾ. നാഥൻ മൊഴിയും നാദം ഭാഗ്യവുമുയരും കരുണയുലകിൽ തൂകും. ശരണവും അനിശം കൃപയുമിതേവും മനുജനുമോദാ. ആശ്രയമവനിൽ ചേർക്കും വിശ്വാസികളുടെ ഭാഗ്യം നിയതം ചൂടും. അവരൊരു നാളിൽ മൃതരായാലും ജീവൻ നേടും. ആശ്രിതരേയാനാഥൻ കൈവിടിയില്ല കാത്തരുളിയിടും നിത്യം. പാവാങ്കിതരായ അവരിലൊരാളും മൃതിയടയില്ല. ദൈവകുമാരൻ ഭൂവിൽ മാനവനായി തിരുവവതാരം ചെയ്തു. കന്യകയിൽ നിന്നവനൊരു നാളിൽ ജാതനുമായി. രോഗം സദയം നീക്കി മൃതരിൽ ജീവൻ പുനരവനീകി മോദാൻ. പുനരുത്ഥാനം ചെയ്തൊരു നാഥൻ സ്വർഗം ഭൂമി. നാഥൻ ശിഷ്യർക്കേ ശിക്ഷണമേകി ചേരിൽ ശിക്ഷണമേകാൻ സദയമയച്ചു ദിശകളിലെല്ലാം. യോഹന്നാൻ തൻ സാക്ഷ്യം അനുഭവമധുന വിവരിക്കുന്നു കേൾക്കാൻ. ചെവിയുള്ളവനോ കേട്ടു ഫലങ്ങൾ നൽകിയിടട്ടെ. എൻ്റെ കർത്താവെ, പാപിനിയായ മറിയം ശിരസിൽ സുഗന്ധതൈലം പൂശിയപ്പോൾ നിന്റെ പ്രസരിച്ച കൃത്യമായ പരിമളം ഈ ധൂപത്തോടുകൂടെ കലരുമാറാകട്ടെ. ഇത് നിന്റെ ബഹുമാനത്തിൽ ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഈ ധൂപം ഞങ്ങൾ സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. മനോഗ്രഹപൂരിത കവിത തുലിത പോലെ താതനും അതുപോൽ സുതരും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽ നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം തന്നെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് ഇവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയമുള്ളവരെ, സീറോ മലബാർ സഭയുടെ റാസക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തൂടെ നമ്മൾ കടക്കുകയാണ്. കാർമികൻ വിരിക്കപ്പെട്ടിരിക്കുന്ന വിരിയുടെ മുമ്പിൽ മുട്ടന്മേൽ നിന്ന് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, പരിശുദ്ധാത്മാവേ, ഈ ജനത്തിൻ്റെ മേൽ പറന്നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹൃദയസ്പർശിയായ രംഗമാണിത്. അതിനൊരുക്കമെന്ന നിലയിൽ ശുശ്രൂഷകളായ വൈദികർക്ക് ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകേണ്ട വിശുദ്ധ ഗ്രന്ഥവും തിരുക്കുരിശും കൈമാറുകയാണ്. വിശുദ്ധ ഗ്രന്ഥം എൻ്റെയും നിങ്ങളുടെ ജീവിത അടിസ്ഥാനമാണെന്നും വിശുദ്ധ കുരിശ് നിനക്ക് വഴികാട്ടിയാണെന്നും ഈ ലോകത്തിൽ സാത്താനുമായുള്ള പോരാട്ടത്തിലുള്ള ഒരു ആയുധമാണെന്നും ഈശോ നമ്മെ ഉറപ്പെടുത്തുന്നു. ഈ സമയം സാധിക്കുമെങ്കിൽ മുട്ടിന്മേൽ നിന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോയിലേക്ക് കൈമാറുക. പരിശുദ്ധ അമ്മയിലൂടെ, സെബസ്ത്യാനോസിലൂടെ
പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങൾ നിയോഗവുമായി ഈ തിരുവൾത്താരയിലേക്ക് വന്നിരിക്കുന്നു. ഈ തിരുവൾത്താരയിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ കാഴ്ചവസ്തുക്കളെ, ജീവിതമാകുന്ന കാഴ്ചവസ്തുക്കളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. തിരുനാളുകൾ ഏറ്റെടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ടല്ലോ. ആ നിയോഗത്തെ തമ്പുരാൻ ഏറ്റെടുക്കുന്ന ഈ സമയം പൂർണ്ണതയോടെ, പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേയോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിന്നുടെ വൈദികരണിയും നീതി നിൻ വിശുദ്ധ മഹിമാവും പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാ വന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണി യാഗത്തിൽ തൻ ശോണിതവും കൂടാരത്തിൽ ചെന്നെത്തിയിടാം, അവനെ വണങ്ങിടാം. പാവനമാം ബലിപീഠേ
സ്തുതിയെന്നെന്നും. പാവനമാംബലിപീഠേ വന്ദിതീ വൈദികൻ. സ്വർഗ്ഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ. പ്രാർത്ഥനയോടെ ക്ഷണിപ്പൂ സ്വർഗ്ഗത്തിൽ നിന്നുമിതാ. വസിച്ചു മിശിഹാദ് തിരുപാത്രം. പാവനമാക്കുകയാണി യാഗത്തിൽ തൻ ശോണിതവും. ആദിമുതൽക്കേ എന്നേക്കും ആമേൻ ആമേൻ. പാവനമാംബലിപീഠേ വന്ദിതീ വൈദികൻ. സ്വർഗ്ഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ. പ്രാർത്ഥനയോടെ ക്ഷണിപ്പൂ സ്വർഗ്ഗത്തിൽ നിന്നുമിതാ. വസിച്ചു മിശിഹാദ് തിരുപാത്രം. പാവനമാക്കുകയാണി യാഗത്തിൽ തൻ ശോണിതവും. ഇന്നും എന്നും എന്നേക്കും കർത്താവാം മിശിഹായേ. നിൻ കാരുണ്യമതിൻ വലതുകരം നീട്ടണമേ. നിന്ന ജഗണമാവിവരിൽ ആശിസുകൾ ഏകിടുവാൻ. നിൻ കാരുണ്യമനന്തം കർത്താവേ, ഞങ്ങളെ നീ ദുഷ്ടാത്മാവിൻ കൈകളിലൊരു നാളും ഏൽപ്പിക്കരുതേ. കരുണാമയനാം കർത്താവേ, ശിഷ്യഗണത്തിനു നൽകിയതാ വാഗ്ദാനം നീ കരുണയോടെ ഞങ്ങൾക്കും നൽകിയിടണമേ. കണ്ടാലും ഞാനെന്നാളും ലോകാന്തം വരെയെന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും. നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ, നീ എന്നാളും ശ്ലീഹരോടൊത്തു വസിച്ചതുപോ ഞങ്ങളോടൊത്തു വസിക്കണമേ. നിൻ കൃപയെന്നും ചിന്തണമേ. കണ്ടാലും ഞാനെന്നാളും ലോകാന്തം വരെയെന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും. നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ, നീ എന്നാളും ശ്ലീഹരോടൊത്തു വസിച്ചതുപോ
വസിച്ചതുപോൽ ഞങ്ങളോടൊത്തു വസിക്കണമേ. നിൻ കൃപയെന്നും ചിന്തണമേ. കണ്ടാലും ഞാനെന്നാളും ലോകാന്തം വരെയെന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും, നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ, നീ എന്നാളും സ്ലീഹരോടൊത്തു വസിച്ചതുപോൽ ഞങ്ങളോടൊത്തു വസിക്കണമേ. നിൻ കൃപയെന്നും ചിന്തണമേ. നന്ദി പറഞ്ഞു നമിച്ചിടാൻ ദുഷ്ടനെ ദൂരെ അകറ്റണമേ. ശാന്തിതമാം ദിനമേകണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം നിങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കട്ടെ. സകലവിധ വരങ്ങളും കൊണ്ട് അവിടുന്ന് നിങ്ങളെ അലങ്കരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാതുരേഖത്താൽ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. താതനുമതുപോൽ ആത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിടാ. പാവനമീ ബലിയിൽ സുതരുടെ പ്രേക്ഷിതരേ
ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാ കർത്താവിന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയരഥങ്ങൾ ചൊരിയുവിരേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ നിത്യം സർവശക്തനാം ഏകദൈവമേ, വിശ്വസിപ്പൂ മർത്യരാം ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാഥനായ ദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യദാതനങ്ങിൽ നിന്നാദ്യജാതന സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂന ദൈവമാണീക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയാകെ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാറിയേ കന്യകാത്മജൻ. പിലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവി മന്നിലുദ്ധിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്ന മഹിമയോടെ നിത്യപിതാവേ വലതുഭാഗമാർന്നു വാഴും മഹിമകാന്തിയിൽ ഒടുവിലെത്തും ഈ മഹിമ അന്നു വിധിയുമായി സകലരും ശ്രവിക്കുമെന്ന് വിധിവിനീതരാ. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭ
പരിഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ, ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളെ വരും. ഏകമാണു ധന്യമാണു പാവനം സഭ, സ്നേഹിതന്റെ ഭാഗമാണു സർവജനീയം. പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റവും സർവസാധനം ഞങ്ങളെ വരും. മർത്യമുക്തിയാമുയർത്തും നിത്യജീവനും ഏറ്റു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളെ വരും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർവിട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്കും സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സ്വർഗ്ഗത്തിലെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവ്വത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ.
അഖില ചരാചര കർത്താവാം ദൈവത്തിന് ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഹമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയ പുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച്
ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് പാപ്പായിക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായിക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാപ്പൊലീത്തായിക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഈ തിരുനാൾ പ്രത്യേക നിയോഗത്തോടെ ഏറ്റെടുത്ത് പ്രത്യേക നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ ഇലത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയെ ഞങ്ങളെ പഠിപ്പിച്ചതുമെല്ലാം മനുഷ്യരും അറിയട്ടെ.
കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംശികായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മകനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്ക് ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരിക്കുന്നതനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പാപമോചകമായ ശരീര രക്തങ്ങളെയും കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ശംശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമാം സ്നേഹമോടെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമാ. നമ്മുടെ കർത്താവേ ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദനങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട്
നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസാക്ഷി നിർമ്മലമാക്കിട ശത്രുത കൈവെടിയ ആത്മാക്കൾ പാവനമാക്കിട കർത്താവേ നിൻ ദാസരാമിവതൻ പാപകടങ്ങൾ മോചിക്കണമേ. യോജിപ്പോടും സ്നേഹാരൂപിയിലും ഉൾക്കൊള്ളാം ദിവ്യമേ രഹസ്യങ്ങൾ. കർത്താവേ നിൻ ദാസരാമിവതൻ പാപകടങ്ങൾ മോചിക്കണമേ. ഉദ്ധാനത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമേ. കർത്താവേ നിൻ ദാസരാമിവതൻ പാപകടങ്ങൾ മോചിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയ ശരീരവും അമൂല്യ രക്തവും ഏക മനസ്സോടെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് വേണ്ടിയുള്ള അവന്റെ മരണത്തിലും ഉത്ഥാനത്തിലും വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം. മാലാഖമാരോട് കൂടെ അവരെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് സമയമാണ്.
6 വൈദികർ വിശുദ്ധ കുർബാനയുമായിട്ട് വരുന്നു. 2 പേര് ദേവാലയത്തിന് മുൻവശത്തും 2 പേര് ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലും, ഒരാൾ മോണ്ടലത്തിലും ഒരാൾ ബാൽക്കണിയിലും വിശുദ്ധ കുർബാനയായി വരുന്നു. കുമ്പസാരിച്ചൊരുങ്ങിയ ക്രൈസ്തവരായുള്ളവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കുക. തിക്കും തിരക്കും കൂടാതെ ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന ആവശ്യംശിയായുടെ കൃപാവരമോടത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മനുഷ്യവംശത്തിന് മാതൃകയായ മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു. തിരുസുതനെ പ്രതി നിന്റെ മഹത്വപൂർണ്ണയാകിയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സഹോദര അല്ലലിയ പാടിക്കൊണ്ട് മെഷിയായുടെ തിരുശരീരത്വങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാം യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതായകം ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടി തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന് പ്രതീക്ഷയായ മിശിഹായി, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഡിനോ അച്ഛൻ ഞങ്ങൾ ദേശത്ത് പട്ടക്കാരെക്കുറിച്ച് പറഞ്ഞു. ദേശത്ത് പട്ടക്കാരെന്ന നിലയിൽ ഒരു വാക്ക് നന്ദി പ്രത്യേകം വികാരി അച്ഛനോട് പറയേണ്ടതായിട്ടുണ്ട്. വികാരി അച്ഛൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു. പക്ഷേ ഈ തിരുനാൾ ഏറ്റവും ഭംഗിയാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് വികാരി അച്ഛനാണെന്ന് ഞാൻ കരുതുകയാണ്. ഞാനിവിടെ വന്ന ഈ ഒരു മാസത്തിനിടയിൽ പലവട്ടം ഞാൻ കണ്ടു. അച്ഛൻ എവിടെയെങ്കിലും പോയി വന്നാലും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നാലും പുതിയതായി പണിയുന്ന പള്ളിയുടെ സ്ഥലത്ത് പോയി കാര്യങ്ങൾ കാണുകയും അതോടൊപ്പം തന്നെ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വൈദികനെ കാണാൻ അവസരമുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ഡിനോ അച്ഛന് ഈ തിരുനാളും അതിനനുസരിച്ച് കാര്യങ്ങൾ ഭംഗിയാക്കിയതിന് ഒരു കയ്യടി കൊടുത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം അച്ഛൻ എല്ലാവരെയും പരിചയപ്പെടുത്തിയപ്പോൾ ഈ സൈഡ് നിൽക്കുന്ന കൊച്ചച്ഛനെ പരിചയപ്പെടുത്തി കാണും. നല്ല പ്രസംഗമായിരുന്നു, സമ്മതിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് അച്ഛനുമായിട്ടൊരു ബന്ധമുണ്ട്. കാപ്പിസെറ്റിൽ ഞാൻ വികാരിയായിരിക്കും. അന്ന് അച്ഛൻ 1ാം ക്ലാസ്സിലാണ്. ഇന്ന് കൊച്ചച്ഛനായി നിന്ന് തട്ടുപൊളിപ്പിനൊരു പ്രസംഗം അച്ഛൻ കാഴ്ചവെച്ചു. അച്ഛൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഡിനോ അച്ഛൻ എൻ്റെ താരഭാരനായിരുന്നു. ഇപ്പോൾ ഇതാ കൊച്ചച്ഛൻ 1ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കൊച്ചച്ഛൻ ഇന്ന് കൊച്ചച്ഛനായി നമുക്ക് വേണ്ടി പകരക്കാരനായി നിന്ന് നല്ലൊരു പ്രസംഗം അർപ്പിച്ചു. അച്ഛനും പ്രത്യേകം നന്ദി അവസരത്തെ അറിയിക്കുകയാണ്. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ.
എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസ്സവനേകും ഞാൻ. ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേ